ലോകത്തെ വിറപ്പിക്കുന്ന പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയ്ക്കോ ഇസ്രയേലിനോ കഴിയില്ലെങ്കിൽ അതിന് ലോകത്ത് ഒരേയൊരു രാജ്യത്തിന് മാത്രമേ കഴിയൂ. അത് ഭാരതമാണ്. ലോക സമാധാനത്തിനായി ഇപ്പോൾ ശത്രുക്കൾ പോലും ഉറ്റുനോക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾക്കാണ്. അമേരിക്കയും ഇസ്രയേലും പറയുന്നതിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഇറാൻ ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യയുടെ മധ്യസ്ഥത തേടുകയാണ് എന്ന അതിഗംഭീരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ വർഷം സെപ്റ്റംബറിൽ ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ നേരിട്ടെത്തുകയാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ അമേരിക്കയും ഇസ്രയേലും ടെഹ്റാനിൽ നടത്തിയ വ്യോമാക്രമണങ്ങൾക്ക് ശേഷം ഇറാന്റെ ഏറ്റവും ഉന്നതനായ ഒരു നേതാവ് നടത്തുന്ന ആദ്യത്തെ ഇന്ത്യ സന്ദർശനമാണിത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനുമൊപ്പം ഇറാൻ പ്രസിഡന്റ് കൂടി ഡൽഹിയിൽ എത്തുമ്പോൾ അത് അമേരിക്കയ്ക്കുള്ള ഒരു വലിയ മുന്നറിയിപ്പ് കൂടിയാണ്. കഴിഞ്ഞ ജൂണിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗാച്ചി ഇന്ത്യയിലെത്തിയപ്പോൾ അവരുടെ ഉദ്ദേശം വളരെ വ്യക്തമായിരുന്നു. സൈനിക നടപടികളിലൂടെ പശ്ചിമേഷ്യൻ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയില്ലെന്നും ലോകത്തിലെ ഏറ്റവും മികച്ച മധ്യസ്ഥനായ ഇന്ത്യ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും ഇറാൻ അഭ്യർത്ഥിച്ചിരുന്നു. അമേരിക്കയും ഇസ്രയേലും നടത്തുന്ന അന്താരാഷ്ട്ര നിയമലംഘനങ്ങളെ ഇന്ത്യ പരസ്യമായി അപലപിക്കണമെന്നും ഇറാൻ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ അനാവശ്യമായി ഒരു പക്ഷം പിടിക്കാതെ ചർച്ചകളിലൂടെ സമാധാനം കൊണ്ടുവരിക എന്ന വ്യക്തമായിട്ടുള്ള നയതന്ത്ര നിലപാടാണ് ഇന്ത്യക്കുള്ളത്. പശ്ചിമേഷ്യയിലെ വാണിജ്യ സുരക്ഷയുടെ കാര്യത്തിൽ സൗഹൃദ രാജ്യങ്ങൾക്ക് ഇറാനെ വിശ്വസിക്കാമെന്നും ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷ ഉറപ്പാക്കുമെന്നും അവർ ഇന്ത്യക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്.